Hallelujah. Stotram. Hallelujah. Amen. No weapon formed against you shall prosper. Hallelujah. നിനക്കെതിരായി വരുന്ന ഒരു ആയുധം പോലും ഫലിക്കയില്ല. ഉയരില്ല എന്ന് ദൈവം പറഞ്ഞില്ല. ശ്രദ്ധിക്കണമേ, ഉയരില്ല എന്ന് ദൈവം പറഞ്ഞില്ല, പക്ഷെ ഉയരുന്നത് നിനക്ക് ഫലിക്കില്ല. സ്തോത്രം. ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ അതിനു വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം. അതിനോട് ചേർന്ന് പറയാണ്, and every tongue which rises against you in judgment. ആരാ കണ്ടം ചെയ്യുന്നത്? ആരാ കണ്ടം ചെയ്യുന്നത്? നിനക്കെതിരായി വരുന്ന ഓരോ നാവും ആരാ മലയാളത്തിൽ എന്നാ വാക്യം പറയുന്നത്? ആരാ കുറ്റം വിധിക്കുന്നത്? ആര് കുറ്റം വിധിക്കുന്നു പറഞ്ഞ? ദൈവം കുറ്റം വിധിക്കുന്നതാണോ പറഞ്ഞത്? നോ. ഹല്ലേലൂയ. നീ. ഹല്ലേലൂയ. ഞാനും നീയും ആ കുറ്റം വിധിക്കാൻ പോകുന്നത്. എതിരായി വരുന്ന ഓരോ നാവിനെ ഞാനോ കുറ്റം വിധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കാണ് അതിന് അധികാരം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്യം വായിക്കാം. യഹോവയുടെ ദാസന്മാരുടെ അവകാശമാണ്. ഹല്ലേലൂയ. എന്തോന്ന്? എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതി. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മളെ നീതി കൊണ്ട് ധരിപ്പിച്ചിരിക്കുക. ആമേൻ. അതുകൊണ്ടാണ് നമുക്കെതിരായി വരുന്ന ഒരായുധം ഫലിക്കില്ല. കാരണം എന്നാന്നറിയാമോ? നമ്മളെ മേൽ കിടക്കുന്ന നീതി ആരുടെയാണെന്നറിയാമോ? 2 കൊരിന്ത്യർ 5:21 വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. സോ ആരുടെ നീതി ആരുടെ മേൽ വന്നു? യേശുവിന്റെ നീതി നമ്മളിൽ ഓരോരുത്തരുടെ മേലും വന്നു എന്ന്. സ്തോത്രം. സോ ദൈവവചനം ഇവിടെ പറയുന്നു, this is the heritage of the servants of the Lord and their righteousness is from me. Hallelujah. So ദൈവത്തിന്റെ നീതി എന്റെ മേൽ, യേശുവിന്റെ നീതി എന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് എനിക്കെതിരായി ഒരു ആയുധവും ഫലിക്കയില്ല, ഒരു നാവും എനിക്കെതിരായി ഉയരില്ല. കാരണം എന്നാന്നറിയാമോ? യേശു ആ ആയുധങ്ങളും ആ നാവിനെ കീഴടക്കിയത് കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ 3.5 വർഷക്കാലം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു എല്ലാ ആയുധങ്ങളും ഏറ്റെടുത്തു. എല്ലാ ആയുധങ്ങളും യേശു നേരെ വന്നു. യേശു അത് കൈകാര്യം ചെയ്തു. പല നാവുകളും അവന്റെ നേരെ ഉയർന്നു. അവൻ അതിനെ ഒന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്നിട്ട് എന്നാ ചെയ്യുന്നറിയോ? ആ നീതി എന്റെ മേൽ ഇങ്ങോട്ട് ഇട്ടു തന്നു. ഞാനിതെല്ലാം ഏറ്റെടുത്തതാ, ഞാനിതെല്ലാം സഹിച്ചതാ. ഇനി ഈ നീതി കാരണം നിനക്കത് സഹിക്കണ്ട എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. അതുകൊണ്ട് എന്നാ തലകുത്തി നിന്നാലും ശരി, എത്ര വലിയ സാത്താന്റെ ഗടിയൊട്ടാൻ വന്നാലും ശരി, ഹല്ലേലൂയ, നിന്നെ തകർക്കാൻ അതിന് സാധ്യമല്ല. കാരണം എന്റെ മേൽ ആ നീതിയുണ്ട്. Hallelujah. Amen. I am the righteousness of God in Christ Jesus. Amen. Hallelujah. ഞാൻ ദൈവത്തിന്റെ നീതി ആയതുകൊണ്ടാണ്. Hallelujah. ദൈവമക്കളെ, ആ ധൈര്യം നമുക്ക് എപ്പോഴും വേണം. ആമേൻ. ആ ധൈര്യം നമുക്ക് എപ്പോഴും വേണമെന്ന്. സ്തോത്രം. Hallelujah. Hallelujah. ആമേൻ. നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നത് അതാ. സ്തോത്രം. നമ്മൾ ഈ ലോകത്തിലെ ജീവിക്കുന്ന പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, സങ്കടങ്ങൾ സകലതും നമ്മൾ നേരിടുന്നുണ്ട്. ബട്ട് യേശു പറയാണ്, no weapon formed against you shall prosper. Hallelujah. Hallelujah. Amen. പക്ഷെ നീ അനുവദിച്ചാൽ it will prosper. Hallelujah. Because he has given you the power. നീ അനുവദിച്ചാൽ അത് നിന്റെ മേൽ വാഴും. സ്തോത്രം. Hallelujah. Amen. Hallelujah. അത് വാഴാതിരിക്കാൻ നീ അനുവദിക്കരുത്. You have to put on the righteousness dress. Hallelujah. The dress of righteousness നീ വേർ ചെയ്യണം, നീ ധരിക്കണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നല്ല പ്രവൃത്തി കൊണ്ടുള്ള ഇതല്ല, നിനക്ക് കിട്ടിയ റൈച്ചസ്നസ്, നിനക്ക് ദാനമായി തന്നത്, ആ വില കൊടുത്ത് വാങ്ങിയതാണ്. നമ്മൾ വില കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് വിലയില്ല. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വിലയില്ല. പക്ഷെ വളരെ കഷ്ടം സഹിച്ചു, വളരെ വേദന സഹിച്ചു, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അത് വിലക്ക് വാങ്ങിയത്, എനിക്ക് നിനക്കും വേണ്ടി. സ്തോത്രം. ജോഷാൻ പറഞ്ഞു, ഹല്ലേലൂയ, വല്ലവരോടും വല്ലതും ചെയ്യാം, വല്ലതും മുങ്ങാൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. എന്നത് യേശുവിനെ പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് യേശുവിനെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ ലോകത്തോട് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അത് നിനക്ക് വെളിയിൽ കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ that means to say you are not loving Jesus. It is as simple as that. അതിൽ കൂടുതൽ അതിനകത്ത് വലിയൊരു വ്യാഖ്യാനം ഇല്ല. ഹല്ലേലൂയ.
സോ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുന്നുവെന്നും യേശു പറഞ്ഞ കൽപ്പന ഞാൻ ചെയ്യുന്നുവെന്നും ഞാൻ വെളിപ്പെടുത്തുന്നു ലോകത്തോട്. ഹല്ലേലൂയ, ആമേൻ. പക്ഷെ അതിനോട് ചേരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. കാരണം എന്നാ? ചെറിയ നിസ്സാരമായ കാര്യം. ഒന്ന് മുങ്ങിട്ട് എഴുന്നേക്കുന്ന എന്നാ വലിയ കാര്യം ഇത്ര ഇതിനകത്തിരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, അവനോട് ഒരു 10 കല്ല് തലയിലെടുത്ത് വെച്ച് നടക്കാൻ പറഞ്ഞാൽ അവനത് ചെയ്യും. ബിക്കോസ് ഹി വാണ്ട്സ് ടു ഷോ, ഹി വാണ്ട്സ് ടു ഫുൾഫിൽ. അവന്റെ ജഡത്തിന്റെ ഇച്ഛകൾ അവന് പ്രീതിപ്പെടുത്തണം. സ്തോത്രം. ഞാൻ എന്തോ ചെയ്തു എന്ന് എനിക്കൊന്ന് പറയണം. നമ്മുടെ എല്ലാവരും ജഡത്തിലുള്ള ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ, ആമേൻ. ഇപ്പം വേറെ വിശ്വാസി അല്ലാത്തവനെ എടുത്താലും വിശ്വാസി എടുത്താലും എല്ലാവർക്കും ജഡത്തിൽ പ്രവർത്തികൾ ഒന്നാ. സ്തോത്രം. പക്ഷെ നമ്മൾ ജഡത്തിനെ മരിപ്പിച്ചുകൊണ്ട് ആത്മാവിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവരെന്നെ ചെയ്യുന്നത്? ആരും മരിപ്പിക്കുന്നില്ല, അവരതിനെ പ്രോത്സാഹിപ്പിക്കുക. സ്തോത്രം. നമ്മൾ ജഡത്തെ മരിപ്പിക്കുക. സ്തോത്രം. അതിനുള്ള കൃപയാ ആത്മാവിന്റെ കൃപ നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ. സോ നമുക്കെതിരായി ഒന്നും ഫലിക്കില്ല. ആമേൻ. നമുക്കെതിരായി ഒന്നും പറഞ്ഞാട്ട് എല്ലാരും ഫലിക്കില്ല. ഉയരും. ഉയരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പോരാട്ടം. ഹല്ലേലൂയ, എന്ത് പോരാട്ടം. ആമേൻ. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോരാട്ടം വന്നാലേ നമുക്ക് ബോധ്യമാവുള്ളൂ നമ്മൾ ക്രിസ്ത്യാനിയാണ്. ആമേൻ. പക്ഷെ അതൊന്നും ഫലിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു ഈ 3 മസ്കറ്റേഴ്സ് കണ്ടിട്ടുണ്ടോ? ഒരു ഇംഗ്ലീഷ് പടം, ഭയങ്കര ഫേമസ് പടം 3 മസ്കറ്റേഴ്സ്. അതിനകത്ത് 3 മസ്കറ്റേഴ്സ് അല്ലല്ലോ, വേറൊരു അയൺ മാസ്ക്. അതിനകത്ത് ഒരുവൻ പുള്ളി ലോകത്തോട് ആരോടും പറഞ്ഞിട്ടില്ല ഇവൻ ആരാണ്. സോ ഇവൻ ഒരു അയൺ മാസ്ക് മോൾ മുതൽ താഴെ വരെ ഇരുമ്പും കൊണ്ട് കവചം കെട്ടി ഫുൾ ഇരിക്കുക. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ഒരു നീതിയുടെ വസ്ത്രം ഇട്ട. ഹല്ലേലൂയ. എന്നാക്കെ അടിച്ചാലും ശരി, എന്നാ വാളുകൊണ്ട് കുത്തിയാലും ശരി, എന്നാ വെടി വെച്ചാലും ശരി, ഇത് അകത്തേക്ക് കേറില്ല. സ്തോത്രം. അത്രയ്ക്കും വലിയൊരു കവറിങ് നമ്മുടെ മേലിരിക്കുന്നത്. ഹല്ലേലൂയ. സോ താത്ത ഒന്ന് ഇത് ചെയ്യുമ്പോഴത്തേന് ഒന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കുക. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം നമ്മൾ മറന്നു പോവുക. സ്തോത്രം. നമ്മൾ നഗ്നരല്ല ദൈവമക്കളെ. നോ. ഹല്ലേലൂയ. അവന്റെ മഹത്വം കൊണ്ടാണ് നമ്മളെ പൊതിഞ്ഞിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലായോ? ഹല്ലേലൂയ. സ്തോത്രം.